ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ. ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ, തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദ് ഇന്നിവിടെ ഒരു ഉമ്മ വന്നോ, എന്നോട് പറഞ്ഞ, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്ന, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ. കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. എടാ, പായിപ്പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്? എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദുൻ നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ. ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി മോനെ? നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കന്തടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കറുത്തവരുണ്ടല്ലോ, 4 കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങള് കറുത്തവനായിരുന്നോ, നീഗ്രയായിരുന്നോ, അടിമയായിരുന്നോ, മുടി ചുരുണ്ടവനായിരുന്നോ? പക്ഷേ ബിലാൽ തങ്ങള് നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങള് പറഞ്ഞു, ബിലാല് സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, നീഗ്രയായിരുന്നു, അടിമയായിരുന്നോ? ആ ബിലാല് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ പായിപ്പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അള്ളാന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാ. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരുവില് ചെല്ലുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്ത് പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? കവലയിൽ ഒരു സെന്റ് ഉള്ളവനല്ലടോ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ. അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ. പടച്ചവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. അരിയാര് തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞോ. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അരിയാര് തങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്, ഒരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങളെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങളെ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ അല്ലാഹ് കരയുന്നത്? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങളെ, മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ.
പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പായിപ്പാടുള്ള പെങ്ങളെ, അള്ളാന്റെ റസൂല് വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ, എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിന്റെ അകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണതപ്പ ഇത്ര ഇരുട്ടാണെങ്കില് അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ചു എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആലോചിക്കാൻ പോലും വയ്യ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50. എല്ലാ ആചാരങ്ങളാ പടച്ചവനെ. റഹ്മാനായ അള്ളാഹ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മണിയറക്കകത്ത് പോയിരിക്കുമ്പോൾ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും, 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാം നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. എന്നാൽ നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ? നീ ഇതാണോ പറയണ്ടേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന 1ാമത്തെ രാത്രി, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോവും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോൾ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനി വാ, അവരെ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങ്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂമില്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായും അലിയാര് തങ്ങളും കിടക്കണേ. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോൾ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അള്ളാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരിക്കെട്ടി വന്നേരം മോളെ, നീ വന്നേരെ, വിളിച്ചു വരുത്താ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി.
നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതിയെ പറയുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് കരയ, എന്തേ മോളെ, എന്തേ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എല്ലാം വാരി കെട്ടിക്കോ, പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകള് ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ല, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാടോ സമാധാനിപ്പിക്കണ്ടേ? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ടേ? പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയെ. ഈ പള്ളി വന്നിട്ട് എത്ര തലാക്ക് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതുപോലൊരു വയത് കിട്ടിയിട്ടില്ലല്ലോ. ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എണ്ണം എന്താ കമ്മിറ്റിക്കാരെ നിരന്നിരിക്കുന്നത്. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ, ആ പാപം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറങ്ങുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാക്ക് കൊടുക്കരുത്. പായിപ്പാട് പള്ളിയിൽ നിന്നല്ല, ഒരു പള്ളിയിലും കൊടുക്കരുത്. കാരണം തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന. ഒരാൾ തന്റെ ഭാര്യയെ തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന. ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാക്ക് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങുവോ? പറ മനുഷ്യന്മാരെ, കുലുങ്ങോ? സമദ് ഉസ്താദ് ഉംറയ്ക്ക് പോയിട്ട് വന്നു. നമ്മള് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാ. മക്കത്ത് പോകുമ്പോ കാണാം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്, നമുക്കറിയാലോ, അവിടെ പോയി കാണല്ലേ. അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇതിറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാഹിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാക്ക് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം. പ്രസിഡന്റ്, ഇവിടെ തലാക്കൊന്നുമില്ല, ഓടി വരിക. ഈ അടുത്തം കണ്ട് നോക്കുമ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വന്നേക്കാ. തലാക്ക് പ്രായം ചെന്ന് തലാക്ക് വേണ്ടെങ്കിൽ കോടതി പൊക്കോണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം. ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലടോ. വേണ്ടവര് പൊക്കോ, കോടതി പൊക്കോ, മേടിച്ചോ. പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ നിർത്തണം. ചുമ്മാതെ ഒരു വിവരം ഇല്ലാത്തവനാ തലാക്ക് കൊടുക്കണത്. വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവന്റെ മസലകൾ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞു കൊടുക്കുക. വാപ്പാൻ്റെ അടുക്ക ചെന്നിട്ട് പരാതി പറയണു, ഉപ്പ ഞാൻ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പ പറയുന്നു, ഞാൻ 4 ദിവസമായെന്ന്. ഇങ്ങനാകണം വാപ്പ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു. വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. കാരണം ഹരിയാര് തങ്ങൾ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്താറായ? എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കിടന്ന ഉറങ്ങിപ്പോവാ. ഇൻഷാ അല്ലാഹ്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരുമായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ വയലൊന്നുമില്ല കേട്ടാ. ഇന്നും കൂടെ ഉള്ളു. ചുമ്മാ 2 ദിവസം വയലുണ്ട്. ഇന്നും കൂടെ വയലുള്ളു. നാളെ ഇൻഷാ അല്ലാഹ് ദുആയ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ, അള്ളാഹിന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാ, ദാരിദ്ര്യമാ, ദുഃഖമാ. അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നോ? ഫാത്തിമ എൻ്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തിയിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ
നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, പടച്ചവനെ, കുടുംബ വീട്ടിൽ ചെന്നു, കല്യാണം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞോ, ഭർത്താവിനോട് ഭാര്യ പറയും, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. സ്നേഹം കൊണ്ടല്ലടോ, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റാത്തത് കാരണം, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പാൻ പറ്റാത്തത് കാരണം, പടച്ചവനെ, അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു, ഫാത്തിമ, സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കും ഒരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള കൊതി കാരണമല്ല, എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട്. ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ. ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ. നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു, നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു. എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത്? നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെന്തിനറിയുന്നത്? എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറാമലിയേ. എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്നൊന്നു മാറാൻ. എൻ്റെ പായിപ്പാടുള്ള പെങ്ങള് ഭർത്താവിൻ്റെ പ്രായം ചെന്ന ഉമ്മയ്ക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിൻ്റെ പേരില് വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മിത്തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ? അല്ലാഹുവേ, സ്നേഹത്തോടെ ജ്യേഷ്ഠനും അനുജനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ? എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ. കല്യാണം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, പടച്ചവനെ, എനിക്ക് മാറണം. കാരണം എന്തെന്നറിയോ? ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം, ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്ന ഉപ്പാന് വെച്ച് വിളമ്പണ്ട, ഉമ്മയ്ക്ക് വെച്ച് വിളമ്പണ്ട, കൂടപ്പറപ്പിന് വിളമ്പണ്ട. അങ്ങനെയല്ല സഹോദരി. ഫാത്തിമ പറയുകയാ, നബിതങ്ങളുടെ മകയായ ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഇവര് കരയുകയാ, അവര് സങ്കടപ്പെടുകയാ. എൻ്റെ കാര്യം അവരറിയണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നു മാറാൻ. ഫാത്തിമ ചോദിക്കുന്നു, പൈസ ഇല്ലല്ലോ, വീട് വെക്കാൻ എന്ത് ചെയ്യും അലിയേ? വാടക വീട് പോലും വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അപ്പോഴാണ് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, നിന്റെ ഉപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ ജീവനാ, നബിതങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്കുകയാണ്. നീ ഉപ്പാന്റെ അടുക്ക പോയി പറഞ്ഞ ആ വീട് നബിതങ്ങള് നമുക്ക് വാങ്ങിത്തരും. അതുകൊണ്ട് നീ വാപ്പാന്റെ അടുക്കലൊന്ന് പോയി പറയണേ. ഭർത്താവ് പലതും പറഞ്ഞു വിടും. പെങ്ങള് ഉപ്പാനെ സോപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാ പറഞ്ഞു വിടുവല്ലോ. പടച്ചറപ്പേ, വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെങ്ങന്മാരോട് ലക്ഷങ്ങൾ തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഭർത്താവിന്റെ ആർത്തി കാരണം പിന്നെയും കുടുംബത്തിൽ കയറിയിട്ട് അവകാശം ചോദിക്കുന്ന പെങ്ങളുണ്ടല്ലോ, ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഞാൻ പറയുന്നത് ചോദിക്കല്ല പെങ്ങള്, ഇത് പായിപ്പാടുള്ള പെങ്ങന്മാർക്കുള്ളതാ.